ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. വസുധൈവ കുടുംബകത്തെ അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് വൈകിട്ട് 3 മണിവരെ. സൂക്ഷ്മ പരിശോധന നാളെ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ഫോം വിതരണം 99.5% പിന്നിട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. ഭക്തർക്ക് ദർശന സൌകര്യമൊരുക്കി പോലീസും ദേവസ്വം ബോർഡും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ ഗുവാഹത്തിയിൽ. വാർത്തകൾ വിശദമായി. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ആഗോളതലത്തിലെ സുപ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയായി G20 മാറുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞു. വസുധൈവ കുടുംബകം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചപ്പാടുകൾ സമ്മേളനത്തിൽ പങ്കുവയ്ക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക നേതൃതല യോഗത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച കേരളത്തിന്റെ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ SIR നടപടിക്രമങ്ങൾ നീട്ടിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാരും മുസ്ലിം ലീഗുമടക്കം സുപ്രീംകോടതിയെ സമീപിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. വൈകുന്നേരം 3 മണിവരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ഡിസംബർ 9, 11 തീയതികളിലായി 2 ഘട്ടമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 13-നാണ് വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകും. തുടർന്ന് 2 ആഴ്ച പ്രചാരണത്തിന്റെ കാലമാണ്. ചുമരെഴുത്തും ബോർഡുകളും പോസ്റ്ററുകളുമായി 3 മുന്നണികളും ഇതിനകം പ്രചാരണം വിപുലമാക്കിയിട്ടുണ്ട്. വീടുകൾ തോറും കയറി എല്ലാ വോട്ടർമാരെയും നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി നേട്ടമുണ്ടാക്കാൻ മുന്നണികൾ ശ്രമിക്കുമ്പോൾ പ്രചാരണത്തിലും ആവേശം പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്തെ എന്യൂമറേഷൻ ഫോം വിതരണം 99.5% പിന്നിട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 41,000-ൽ പരം വോട്ടർമാർ ഓൺലൈനായി ഫോമുകൾ സമർപ്പിച്ചു. ബൂത്തുകളുടെ ഡിജിറ്റലൈസേഷൻ 100% പൂർത്തിയാക്കിയ BLOമാർക്ക് വ്യക്തിഗത അഭിനന്ദന സർട്ടിഫിക്കറ്റും ബാഡ്ജും നൽകുമെന്നും ശ്രീ രത്തൻ യു കേൽക്കർ അറിയിച്ചു. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പൂർത്തിയായതോടെ പാലക്കാട് നഗരസഭയിലെ മത്സര ചിത്രം തെളിഞ്ഞു. 53 സീറ്റുകളിലാണ് പാലക്കാട് നഗരസഭയിലേക്ക് മത്സരം നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. കൽപ്പാത്തി ഈസ്റ്റ് ഉൾപ്പെടെ 7 വാർഡുകളിലേക്ക് കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നഗരസഭയിലേക്കുള്ള UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി. NDAയുടെ അവശേഷിക്കുന്ന 2 വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. ഇന്നലെ 6 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. നഗരസഭയിൽ ഇടതുമുന്നണി മുഴുവൻ സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലയിൽ ഇതുവരെ ആകെ 7036 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ കേരളമാണ് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 20 കോടിയിലേറെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ ലഭിക്കുന്നില്ല എന്ന യൂണിസെഫ് റിപ്പോർട്ട് ദേശീയതലത്തിൽ അതീവ ഗൌരവത്തോടെ കാണേണ്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വ്യത്യസ്ത മാതൃകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്നതെന്നും ശ്രീ ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. നെടുമങ്ങാട് ഇരിഞ്ചയം സ്വദേശിയായ 26-കാരിയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ബുധനാഴ്ചയാണ് മരണം സ്ഥിരീകരിച്ചത്. അതേസമയം യുവതിയുടെ രോഗ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഹൃദയം തുറക്കാതെയുള്ള അയോർട്ടിക് വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. 69 വയസ്സുള്ള കാസർഗോഡ് സ്വദേശിക്കാണ് ശസ്ത്രക്രിയ നടത്തിയത്. 13ാമത്തെ തവണയാണ് TAVR ചികിത്സ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീം അംഗങ്ങളെയും മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 128ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും.
ജനങ്ങൾക്ക് 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും മൈ ജിഒവി ആപ്പിലൂടെയും മൻ കി ബാത്തിനെ കുറിച്ചുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തുടർന്ന് തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി. കേസിലെ 8ാം പ്രതിയാണ് A. പത്മകുമാർ. അതേസമയം അറസ്റ്റിനെ തുടർന്ന് പത്മകുമാറിന്റെ ആറന്മുളയിലെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ A. പത്മകുമാർ നിലവിൽ കുറ്റാരോപിതൻ മാത്രമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരിന്റെ നയമാണ് അറസ്റ്റിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ നൽകിയ അധികാരം സംസ്ഥാന സർക്കാർ ദുരുപയോഗം ചെയ്തതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് വേണ്ടതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ മാത്രമാണ് സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയുള്ള പോലീസ് നിയന്ത്രണങ്ങൾ തുടരുകയാണ്. രാവിലെ മല കയറിയ ഭക്തർക്ക് 4 മണിക്കൂർ വരെ നിയന്ത്രണത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിൽ കാത്തുനിൽക്കേണ്ടതായി വരുന്നുണ്ടെങ്കിലും ദർശനം ലഭിക്കുന്നുണ്ട്. തിരക്ക് നിയന്ത്രണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ 10:30 പമ്പയിൽ അവലോകന യോഗം ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. വെട്ടുകാട് തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രദക്ഷിണം നാളെ നടക്കും. വൈകിട്ട് കണ്ണാന്തുറയിലേക്കും പിന്നീട് കൊച്ചുവേളിയിലേക്കും തിരികെ ക്രിസ്തുരാജ സ്വരൂപത്തിലേക്കുമാണ് പ്രദക്ഷിണം. പ്രത്യേക ദിവ്യബലിയും സന്ധ്യാവന്ദന പ്രാർത്ഥനയും നടക്കും. ഭീമാപ്പള്ളി ഉറൂസിന് നാളെ തുടക്കമാകും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്കും നാളെ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. നാളെ രാവിലെ 11 മണിക്ക് ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് S. അബ്ദുൽ ജബ്ബാറും വൈസ് പ്രസിഡന്റ് ഹലീലു റഹ്മാനും ചേർന്ന് പതാക ഉയർത്തുന്നതോടെ ഈ വർഷത്തെ ഭീമാപ്പള്ളി ഉറൂസിന് തുടക്കമാകും. ആദ്യ ദിവസത്തെ കൂട്ടപ്രാർത്ഥനയ്ക്ക് ഭീമാപ്പള്ളി ചീഫ് ഇമാം അൽ ഹാഫിസ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി, ഡോക്ടർ സയ്യിദ് ഷിഹാബുദ്ദീൻ അഖ്ദൽ മുത്തന്നൂർ തങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വൈദ്യുതി, കുടിവെള്ളം, വൈദ്യസഹായം, അഗ്നിരക്ഷാസേനയുടെ സേവനം എന്നിവ ഉറപ്പുവരുത്തും. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാകും ഉറൂസ് നടത്തുക. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ ഗുവാഹത്തിയിൽ. രാവിലെ 9 മണിക്കാണ് മത്സരം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കായിരുന്നു ജയം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പര ഈ മാസം 30 ആരംഭിക്കും. ആകാശവാണിയുടെയും ദൂരദർശന്റെയും 13 കേന്ദ്രങ്ങളിൽ കോപ്പി എഡിറ്റർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം ആകാശവാണിയിൽ 1 ഒഴിവും ദൂരദർശനിൽ 2 ഒഴിവുമാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ പ്രസാർ ഭാരതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ പനോരമയ്ക്ക് തുടക്കം. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം അമരൻ ഫീച്ചർ ഫിലിം വിഭാഗത്തിലും കമലേഷ് K. മിശ്ര സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രം കകോരി നോൺ ഫീച്ചർ വിഭാഗത്തിലും ഉദ്ഘാടന ചിത്രങ്ങളാണ്. ഈ മാസം 28 വരെ നീളുന്ന മേളയിൽ 80ഓളം രാജ്യങ്ങളിൽ നിന്നും 270ലേറെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 322 പോയിന്റ് ഇടിഞ്ഞ് 85,310ലും നിഫ്റ്റി 103 പോയിന്റ് താഴ്ന്ന് 26,088ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ നേരിയ വർധന. പവന് 160 രൂപ വർദ്ധിച്ച് 91,280 രൂപയും ഗ്രാമിന് 11,410 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. വസുധൈവ കുടുംബകത്തെ അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുമെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് വൈകിട്ട് 3 മണിവരെ. സൂക്ഷ്മ പരിശോധന നാളെ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള ഫോം വിതരണം 99.5% പിന്നിട്ടതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U. കേൽക്കർ. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. ഭക്തർക്ക് ദർശന സൌകര്യമൊരുക്കി പോലീസും ദേവസ്വം ബോർഡും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം നാളെ ഗുവാഹത്തിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.